ഹായ് മക്കളെ, ലാസ്റ്റ് 3 മാസത്തോളമാണ് നമ്മുടെ മുമ്പിൽ ഇനി നീറ്റ് എക്സാമിനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാസങ്ങൾ കൊണ്ട് നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സൈലത്തിന്റെ LMRP എന്ന് പറയുന്നത്. സൈലത്തിന്റെ ക്യാമ്പസുകളിൽ കോഴിക്കോട്, തൃശ്ശൂർ, കോട്ടയം, ട്രിവാൻഡ്രം ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് ഹോസ്റ്റലിലോ ഡേ സ്കോളർ ആയിട്ടോ വന്ന് നിങ്ങൾക്ക് അതിൽ പഠിക്കാൻ വേണ്ടി പറ്റും. ആദ്യം ചേരുന്ന 100 വിദ്യാർത്ഥികൾക്ക് അതിലും ഡിസ്കൗണ്ട്. ഇപ്പം ഈ 10,000 രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു 3 മാസത്തെ കോഴ്സും പിന്നെയുള്ള എക്സാംസിനൊക്കെ ആയിട്ട് നിങ്ങളുടെ ഒരു ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡിസ്കൗണ്ട്സ് കിട്ടും നിങ്ങൾ ഈ ആദ്യം ചേരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ. അപ്പം ഓൺലൈനിൽ ട്രാക്ക് ഔട്ട് ആയിട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ LMRP കോഴ്സിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇത്രയും മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഡീറ്റെയിൽസ് നിങ്ങൾ വിളിച്ചറിയിക്കുക. അതിനൊരു കൃത്യമായ പ്ലാനും കൂടെ ഞാൻ പറയാൻ വേണ്ടി പോവാണ്. ഈ വീഡിയോ കഴിയുമ്പോൾ ആ പ്ലാനും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാനും കൂടെ കേട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ എത്തുക. ഹായ് മക്കളെ, LMRPയുടെ പ്ലാനിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇതുവരെ ഓൺലൈനിൽ പഠിച്ച്, അതല്ല എവിടെ പഠിച്ചാലും എങ്ങനെ പഠിച്ചവരായാലും അവസാനം ഇനിയുള്ള 3 മാസം കൊണ്ട് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ്ലി തീർത്ത് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള പ്ലാനാണ് LMRP. അതും ഓഫ്ലൈനായിട്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈലം ക്യാമ്പസിലേക്ക് വരാം, ഹോസ്റ്റലിലേക്കും വരാം. സൈലം ക്യാമ്പസ് പ്ലസ് ഹോസ്റ്റൽ അല്ലേ, ഹോസ്റ്റൽ ഇതെന്തിനു വേണ്ടിയാണ്, ഓഫ്ലൈൻ ക്ലാസ്സിന് വേണ്ടി. ഓഫ്ലൈൻ ക്ലാസ് നിങ്ങൾക്ക് ഹോസ്റ്റൽ വേണേൽ ഹോസ്റ്റൽ ചൂസ് ചെയ്യാം. ആൻഡ് ഇത് കൂടാണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം, ക്യാമ്പസ്, ഹോസ്റ്റല് ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ എക്സാംസും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു പ്രോഗ്രാമിലൂടെ. ആൻഡ് ജസ്റ്റ് 10,000 റുപ്പീസാണ് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 3 മാസത്തേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏറ്റവും ലോവസ്റ്റ് ഫീസ് അല്ലേ. ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്, തരികയാണ്. ഓൺലൈനിൽ പഠിച്ചവർക്ക് ഓഫ്ലൈനിലേക്ക് വരാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ് ഈ പറയുന്ന കോഴ്സ് ഫീ എന്ന് പറയുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഫീയിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആക്ച്വലി എങ്ങനെയാണ് ഇത് തീർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 മൊഡ്യൂളായിട്ടാണ് 81 ചാപ്റ്ററും ഫിനിഷ് ചെയ്യുന്നത്. നമുക്ക് 20 മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റിപ്പീറ്റേഴ്സ്, ഓൺലൈൻ റിപ്പീറ്റേഴ്സ്, ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സിലൊക്കെ ഈ ഒരു പ്രോഗ്രാം നടത്തുമ്പം നമ്മൾ അവസാന പാഠങ്ങളാണ് ആദ്യം റിവൈസ് ചെയ്യുക. കാര്യം ആദ്യ പാഠങ്ങളൊക്കെ ഒരുപാട് തവണ നിങ്ങൾ GIBയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന പാഠങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ റിവൈസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാഠങ്ങളുടെ ബാക്ക്ലോഗൊക്കെ വേഗം തീർത്ത് പോകാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 20 മൊഡ്യൂളായിട്ട് തീർത്തിട്ടുണ്ട്. ആ മൊഡ്യൂളുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് നോക്കാം. റൈറ്റ്, സോ ഇതാണ് മൊഡ്യൂളുകൾ. റെഡി, മൊഡ്യൂളുകൾ ഇതൊക്കെയാണ്. നോക്കിയേ, മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചാപ്റ്ററുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, റയോപ്റ്റിക്സ് അല്ലേ, D&F, ഓർഗാനിസം അല്ലേ, പോപ്പുലേഷൻ പാർട്ട് 2, മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് പാർട്ട് 1. കാരണം വേറൊന്നുമല്ല, 16 ചാപ്റ്ററുകളേ ഉള്ളൂ ബയോളജി. അപ്പോൾ അതുകൊണ്ട് തന്നെ 20 മൊഡ്യൂളാക്കുമ്പോൾ വലിയ ചാപ്റ്ററുകൾ 2 പാർട്ടായിട്ടൊക്കെ ആയിരിക്കും തീർക്കുക. അത്രയും സമയമുണ്ട് പഠിക്കാൻ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, തീർത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഒരു മൊഡ്യൂളിനകത്ത് 4 ചാപ്റ്ററുകളാണ് എന്ത് ചെയ്യുക, വരിക. അങ്ങനെ 20 മൊഡ്യൂളായിട്ട് 80 ചാപ്റ്റർ തീർക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മൊഡ്യൂൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര മൊഡ്യൂൾസാണ് മൊത്തത്തിലുള്ളത്, 20 മൊഡ്യൂളാണ് ഉള്ളത്. ഈ 20 മൊഡ്യൂൾ നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ആദ്യത്തെ ഈ പറയുന്ന ഒരു മൊഡ്യൂളിന് നിങ്ങളുടെ മുമ്പിൽ വരിക 3 ദിവസമാണ് കംപ്ലീറ്റ്ലി. 4ാമത്തെ ദിവസം രാവിലെ ആയിരിക്കും ആ മൊഡ്യൂൾ തീരുക. എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ 3 ദിവസം വെച്ചിട്ട് 20 മൊഡ്യൂൾ ആകുമ്പോൾ 3 × 20 60 ഡേയ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോഗ്രാം ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, 20 മുകളിൽ 20+ പ്രീ നീറ്റ് എക്സാംസും എഴുതിക്കും. ഓഫ്ലൈനായിട്ട് പ്രീ നീറ്റ് എക്സാംസും എഴുതിക്കും. ഇതും കഴിഞ്ഞിട്ടേ നിങ്ങൾ എന്തിലേക്ക് പോകുള്ളൂ, നീറ്റിന് പോകുള്ളൂ. ഇതാണ് നമ്മുടെ പ്ലാൻ. റെഡിയല്ലേ. 20 നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് എഴുതാനും കയ്യിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, തന്നുവിടും എഴുതാൻ വേണ്ടി. ഒരു 10-40ഓളം എക്സാംസ് ഫുൾ മോഡൽസ് എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും ഈ ഒരു LMRP പ്രോഗ്രാം. ഇത് സൈലത്തിൻ്റെ ഓഫ്ലൈൻ ക്യാമ്പസിൽ പഠിക്കുന്നവർക്ക് ഫ്രീ ആണ്. അവരുടെ ഒരു റിവിഷൻ പ്രോഗ്രാമാണ്. അതിലേക്ക് ഓൺലൈനിലുള്ളവർക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് LMRP എന്ന് പറയുന്നത്. ആ ഒരു പ്രോഗ്രാം ആയിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ തരാൻ വേണ്ടി പോകുന്നത്. ഇനി ഓൺലൈൻകാർ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെയാണ് XPL 3.0 നടക്കുകയും ചെയ്യുക. അപ്പം ഇതേ ഒരു മൊഡ്യൂൾ ഓർഡർ തന്നെയാണ് XPL 3. ഇവിടെ LMRP നടക്കുന്ന സമയത്ത് ഓഫ്ലൈനിൽ നടക്കുന്ന സമയത്ത് ഓൺലൈനിൽ XPL 3.0 നടക്കും. അതേ ഡേറ്റിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല നിങ്ങൾക്ക് ഇത്തവണ ഒരു LMRP DPP നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് XPLകാർക്കും വാങ്ങാം. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്റ്റോറിൽ കയറിയാൽ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഡെലിവറി ചെയ്യും. ഈ ഒരു വീക്ക് തൊട്ട് തന്നെ നമ്മൾ ഡെലിവറി ആരംഭിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ജാനുവരി 15 തൊട്ടാണ് അതിന് ഡെലിവറി തുടങ്ങാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം
15 കഴിയുമ്പോൾ തൊട്ട് ഡെലിവേർഡ് ആയിട്ട് തുടങ്ങും. അപ്പോൾ അതായത് ഇതിനകത്ത് ഒരു ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്, അതായത് നമ്മൾ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് തിയറി ഉൾപ്പെടെയുണ്ട്. സോ തിയറി ഉൾപ്പെടെയുണ്ട്. തിയറി ഉൾപ്പെടെ DPP നിങ്ങൾക്ക് എന്ത് ചെയ്യും, തിയറി പ്ലസ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ഈ ഒരു ഇത് വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. നിങ്ങൾക്ക് എഴുതാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു LMRP DPP നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. അത് ഇപ്പോൾ ഫിസിക്സ് +1 ഉണ്ട്, ഫിസിക്സ് +2 എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, 2 ബുക്കുകൾ ഫിസിക്സിൽ, കെമിസ്ട്രിയിൽ അങ്ങനെ 2 ബുക്കുകൾ, ബോട്ടണി, സുവോളജി എന്നുള്ള രീതിയിൽ 6 ബുക്കുകളായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി 6 ബുക്കിനകത്ത് കംപ്ലീറ്റ് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതെങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മൊഡ്യൂൾ എങ്ങനെയാണ് തരുന്നത്, 4 ദിവസമായിട്ട്, 4 ദിവസം കംപ്ലീറ്റ്, 4ാമത്തെ ദിവസം രാവിലെ നിങ്ങൾക്ക് ഈ പറയുന്ന മൊഡ്യൂൾ എക്സാമോട് കൂടി അത് എന്ത് ചെയ്യും, അവസാനിക്കും. കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇത്തവണ, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കാം. ഡേ 1 ഓഫ്ലൈൻ ക്ലാസ് ആണ്, അതായത് നിങ്ങൾ DPPയും ഒക്കെ ആയിട്ട് ക്ലാസ്സിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും, ഫിസിക്സ് സാർ വരും, കെമിസ്ട്രി വരും അല്ലേ, ഫിസിക്സിൻ്റെ ചാപ്റ്റർ, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക. സുവോളജി ഇങ്ങനെ എന്ത് ചെയ്യും, 2 മണിക്കൂർ 2 മണിക്കൂർ 1 മണിക്കൂർ 1 മണിക്കൂർ എന്നുള്ള രീതിയിൽ 6 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ഈ ഒരു സെഷൻ നിങ്ങളെ, ഈ ഒരു DPP മൊത്തം നിങ്ങളെ ചെയ്യിപ്പിക്കും. ചോദ്യങ്ങൾ കംപ്ലീറ്റ്ലി ചെയ്യിപ്പിക്കും, തിയറി മൊത്തം പറഞ്ഞു തരും. 1 മണിക്കൂർ തിയറി, 1 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മീൻസ് തിയറി ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലായിരിക്കും പോവുക. ഒരു ടോപ്പിക് ഉണ്ട്, അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും, സിലബസിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും, നിങ്ങളെ ഡിസ്കസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ആ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ 6 മണിക്കൂർ കൊണ്ട് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അന്ന് തൊട്ട് ഐഡിയ ആയി. അപ്പോൾ നിങ്ങൾ മൊത്തം ആ 4 പാഠങ്ങളും എന്ത് ചെയ്തു, ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി കിട്ടി. ഇനി നിങ്ങൾ പഠിക്കാൻ തുടങ്ങും. അന്ന് രാത്രി പഠിച്ചു തുടങ്ങണം, അന്ന് രാത്രി നന്നായി പഠിക്കണം. ചെന്നാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. ഒരു 4 മണിക്കൂറെങ്കിലും അന്നത്തെ ദിവസം നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തിയിരിക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും ശ്രദ്ധിച്ചോണേ, 4 മണിക്കൂർ സെൽഫ് സ്റ്റഡി എന്ന് നടത്തണം. പിറ്റേ ദിവസം രാവിലെ ഡേ 2 രാവിലെ എഴുന്നേക്കണം. രാവിലെ എഴുന്നേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം അന്ന് രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേക്കണം. 5 മണിക്ക് 5 AM എഴുന്നേക്കണം. എന്നിട്ട് ഉച്ചയ്ക്ക് 1 മണിവരെ സമയമുണ്ട്. 1 മണിവരെ നിങ്ങൾ ഏതെങ്കിലും 2 സബ്ജക്റ്റുകൾ അന്ന് പഠിക്കാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഡേ 2 നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിൽ കേട്ടു, പഠിക്കാൻ പോവുകയാണ്. പഠിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഫിസിക്സ് പ്ലസ് ബോട്ടണി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഫിസിക്സ് പ്ലസ് സുവോളജിയും, ഒരു ന്യൂമറിക്കലുള്ള ഫിസിക്സും ഒരു ബയോളജി സബ്ജക്റ്റും കൂടെ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക, ഫിസിക്സ് പ്ലസ് ബോട്ടണി. ഇനി അപ്പുറത്ത് എന്തായിരിക്കും, ഡേ 3 കെമിസ്ട്രി പ്ലസ് സുവോളജി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ രാവിലെ 5 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ, നിങ്ങൾക്ക് ഈ 4 മണിക്കൂർ കൂടാണ്ടാണ് ഞാൻ പറയുന്നത്, രാവിലെ 5 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ സമയം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൽ നിങ്ങൾ 1 മണിക്കൂർ നിങ്ങളുടെ ഡെയിലി റുട്ടീന് വേണ്ടി കളഞ്ഞാൽ പോലും 6, 7, 8, 9, 10, 11, 12, 1 ഒരു 7 മണിക്കൂറോളം, അല്ല 1 മണിക്കൂർ ഡെയിലി റുട്ടീൻ കഴിഞ്ഞാൽ 7 മണിക്കൂറോളം സമയം നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ട്, അവിടുത്തെ ഫിസിക്സ് പഠിക്കാനുണ്ട്. പറഞ്ഞു മനസ്സിലായോ? 7 മണിക്കൂർ സമയം. കാര്യം ഇവിടെ തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യണം, ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് അന്ന് തന്നെ പഠിച്ച് തീർത്തേക്കണം. വൈകുന്നേരം നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ അങ്ങ് എന്ത് ചെയ്യുക, അതിന് ഫുൾ സമയം ആ 4 മണിക്കൂർ എടുത്തോ. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞാൽ പോലും ഫിസിക്സ് ആയിരിക്കും പലർക്കും എന്ത് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള. അപ്പോൾ ഇത് രണ്ടും കഴിയുന്നതോടുകൂടി നിങ്ങൾ കംപ്ലീറ്റ് എന്തായും പഠിച്ചു കഴിയും. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 7 മണിക്കൂറും കൂടെ സമയം എന്ത് ചെയ്യുക, അതിനുവേണ്ടി ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് പിന്നെ എന്ത് ചോദിച്ചാലും ചെയ്യത്തക്ക രീതിയിൽ നിങ്ങൾ സെറ്റായിരിക്കും. ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി വരെ ഫുഡ് കഴിക്കുക. 2 മണി തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 3, 4, 5, 6, 7 മണി വരെയുള്ള സമയം, നിങ്ങളൊരു 5 മണിക്കൂർ സമയം നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടുത്തെ ബോട്ടണി ഏതാണോ അതിന് വേണ്ടി നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യുക. 5 മണിക്കൂറൊന്നും ചിലത് വേണ്ടി വരില്ല. ചില ചാപ്റ്ററുകൾക്കൊക്കെ നിങ്ങൾക്ക് 2 or 3 മണിക്കൂർ കൊണ്ട് തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 5 മണിക്കൂർ സമയം നിങ്ങൾ അതിന് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 7 മണിക്കൂർ കിട്ടി, ഇത് 5 മണിക്കൂർ കിട്ടി. പിന്നെ നിങ്ങൾ 7 മണി കഴിഞ്ഞാൽ 1 മണിക്കൂർ വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ബ്രേക്ക് എടുക്കുക. 8 മണി മുതൽ നിങ്ങൾ 11 മണി വരെ നിങ്ങൾക്ക് പഠിക്കാം. കാര്യം 5 മണിക്കാണ് നിങ്ങൾ എല്ലാ ദിവസവും എഴുന്നേക്കുന്നത്. അപ്പോൾ 8 മുതൽ 11 വരെ വീണ്ടും നിങ്ങൾക്ക് 3 അവർ റിവൈസ് ചെയ്യാൻ വേണ്ടി കിട്ടും. രാവിലെ പഠിച്ച ഈ 2 സബ്ജക്റ്റും ഫിസിക്സും ബോട്ടണിയും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. പറഞ്ഞ മനസ്സിലായോ? റിവൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റിവൈസ് ചെയ്യേണ്ടത്. ഇനി ഡേ 3 എന്ന് പറയുമ്പോഴത്തേക്കും എഗെയിൻ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ഡേ ആണ്. ആ സെൽഫ് സ്റ്റഡി സമയത്ത് നിങ്ങൾ എഴുന്നേക്കേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ രാവിലെ 5 മണിക്ക് തന്നെയാണ്. അവിടുന്ന് എത്ര മണി വരെ, 1 മണി വരെ 7 മണിക്കൂർ സമയം നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ട്, നിങ്ങൾ ഈ പറയുന്ന പോലെ കെമിസ്ട്രി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ 2 തൊട്ട് 7 വരെ നിങ്ങൾക്ക് 5 മണിക്കൂർ സമയം സുവോളജി പഠിക്കാനുണ്ട്.
ആൻഡ് വൈകുന്നേരം 8 മുതൽ 11 വരെ 3 മണിക്കൂർ സമയം നിങ്ങൾക്ക് റിവൈസും ചെയ്യാനുണ്ട്. പറഞ്ഞു മനസ്സിലാ? അപ്പോൾ ഇത്രയും ഒരു ക്ലാസ് കേട്ട് 2 ദിവസം കംപ്ലീറ്റ് പഠിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, 4ാമത്തെ ദിവസം രാവിലെ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. അന്ന് രാവിലെ നിങ്ങൾക്ക് എന്തുണ്ടാകും? മൊഡ്യൂൾ എക്സാം ഉണ്ടാകും. അതിൻ്റെ നിങ്ങൾക്ക് സൊല്യൂഷനും തരും. ക്ലാസ്സിൽ ടീച്ചർ വരുമ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുകയും വേണം. അത് കഴിയുമ്പോൾ അന്ന് തന്നെ മൊഡ്യൂൾ 2 നമ്മൾ എന്ത് ചെയ്യും? ഓഫ്ലൈൻ ഈ പറയുന്ന രീതിയിൽ ആരംഭിച്ച് മുമ്പോട്ട് പോകും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിവൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് റിവൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നത്. DPP തരുന്നത് പക്ക പെർഫെക്റ്റ് ആയിട്ട് തീർക്കാം. ഇനി ഓഫ്ലൈൻ കുട്ടികളാണെങ്കിൽ ഓൾറെഡി ഉള്ള DPP തീർക്കാം. ഓൺലൈൻ കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം ആ 2 ദിവസം കൊണ്ട് തീർക്കാം. ഇതിനപ്പുറം ഒന്നും പഠിക്കേണ്ടി വരില്ല. ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ പ്ലാനിലൂടെയാണ് നമ്മൾ നിങ്ങളെ കടത്തിവിടാൻ വേണ്ടി പോകുന്നത്. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്ലാൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ. മക്കളെ, ഇത് ഉറപ്പായി നിങ്ങൾക്ക് സിലബസ് ഫിനിഷ് ചെയ്യാൻ ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇങ്ങനെ നമ്മൾ മൊഡ്യൂൾ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് കമ്പൈൻഡ് എക്സാം വരും, GIB വരും. അടുത്ത മൊഡ്യൂളുകൾ പോകുന്നു. 5ാമത്തെ മൊഡ്യൂൾ, അടുത്ത 10ാമത്തെ മൊഡ്യൂൾ കഴിയുമ്പോൾ വീണ്ടും 10 മൊഡ്യൂളിൻ്റെ കമ്പൈൻഡ് എക്സാം. അങ്ങനെ 20 മൊഡ്യൂൾ കഴിയുമ്പോൾ നമ്മൾ സിലബസ് കഴിയുകയും പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന പ്രീ നീറ്റ് എക്സാമുകളിലേക്ക് നമ്മുടെ പാർട്ട് വൈസ് എക്സാമുകൾ ഉണ്ടാവും. പിന്നെ അതായത് ഫിസിക്സ് പാർട്ട് 1, ഫിസിക്സ് പാർട്ട് 2, കെമിസ്ട്രി പാർട്ട് 1, കെമിസ്ട്രി പാർട്ട് 2 കഴിഞ്ഞാൽ നേരെ എന്തിലേക്ക്? ബയോളജി പാർട്ട് 1, പാർട്ട് 2 കഴിഞ്ഞാൽ നേരെ ഫുൾ മോഡൽസ് എന്നുള്ള രീതിയിലേക്ക് തന്നെ നമ്മൾ പോകും. നിങ്ങൾ മിനിമം ഒരു 20+ ഓഫ്ലൈൻ പ്രീ നീറ്റ് എക്സാംസ് എന്തായാലും എഴുതിയിരിക്കും. അതിനുള്ള ടൈം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു റിവിഷൻ പ്ലാൻ, കാര്യം നമ്മൾ റിവൈസ് ചെയ്യുക എന്നുള്ള, പഠിച്ചതൊക്കെ പ്രൈമറിയാണ്, റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്ന ആ ഒരു പ്ലാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. കൂടാണ്ട് നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ എക്സാം കൂടാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ സൈലം ടെസ്റ്റ് സീരീസ് ഉണ്ട് അല്ലേ? സൈലം ടെസ്റ്റ് സീരീസ് ഉണ്ട്, XTS ഉണ്ട്. സൈലം ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ എക്സാമിൻ്റെ ഒക്കെ, ഇപ്പോൾ ഈ 4 ചാപ്റ്റർ ചേരുന്ന മൊഡ്യൂൾ എക്സാമില്ലേടാ, ഈ മൊഡ്യൂൾ എക്സാമിൻ്റെ ഒക്കെ നീറ്റ് മോഡൽ ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് ഓൺലൈനിൽ ആപ്പിൽ എഴുതാൻ വേണ്ടി പറ്റും, നീറ്റ് മോഡൽ എഴുതാൻ വേണ്ടി പറ്റും. സൈലം ടെസ്റ്റ് സീരീസ് അതായത് ഈ പറയുന്ന 20 മൊഡ്യൂള് പ്ലസ് ഈ വരാൻ പോകുന്ന എല്ലാ പ്രീ നീറ്റുകളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇത്രയും എക്സാംസുകളെല്ലാം നിങ്ങൾക്ക് 720 മാർക്കിൻ്റെ എക്സാമും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ മൊഡ്യൂൾ എക്സാം 720യുടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സൈലം ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സീരീസ് എന്ന താഴെ ഓപ്ഷൻ ഉണ്ട്. സൈലത്തിൽ പഠിക്കുന്ന എല്ലാവർക്കും അത് ഫ്രീ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതവിടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇത് LMRPയിൽ നിങ്ങളോട് നമ്മൾ കൃത്യമായി പറഞ്ഞ ഒരു പ്ലാനാണ്. ആ പ്ലാൻ അനുസരിച്ച് തന്നെ നമ്മൾ പോകും. അപ്പോൾ മൊഡ്യൂൾ 1 കഴിഞ്ഞു, മൊഡ്യൂൾ 2 കഴിഞ്ഞു, അങ്ങനെ നമ്മൾ കൃത്യമായി മുമ്പോട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാൻ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി കൃത്യമായി ജോയിൻ ചെയ്യുക. ജാനുവരി 15 തൊട്ട് ക്യാമ്പസിലെത്തി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ആയിരക്കണക്കിന് കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഹോസ്റ്റലുകൾ വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം. അത് ഓൾറെഡി ഹോസ്റ്റൽ വേണ്ടവർ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, എടുത്ത് മുമ്പോട്ട് പോകുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോകുമ്പോൾ നേരിട്ട് കണ്ട് സംസാരിച്ച് പഠിച്ച് അടിപൊളിയായിട്ട് പോകാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.